ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ രാജ് ഫ്ലോറൽസ്. ഞാൻ LOTUS രാജുവാണ്. ഇന്ന് ഞാൻ ഒരു വ്യത്യസ്തമായ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താമരകളെ പറ്റിയല്ല, എന്നാൽ താമരയോടൊപ്പം തന്നെ നമുക്ക് വളർത്താൻ സാധിക്കുന്ന ഒരു പ്ലാന്റാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ ചേമ്പാണ്. അപ്പോൾ ചേമ്പുകളെ പറ്റി പറയുകയാണെങ്കിൽ ഇന്ന് നമുക്ക് മാർക്കറ്റിൽ ഒരുപാട് ഹൈബ്രിഡ് ചേമ്പുകൾ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് കുറച്ചിനം അങ്ങനെയുള്ള ചേമ്പുകളെ നമുക്ക് പരിചയപ്പെടാം. അതിനു മുന്നേ നിങ്ങൾ ഈ ചാനലിൽ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് തന്നെ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ ഈ കാണുന്ന ചെടിയുടെ പേര് കൊളോക്കേഷ്യ എസ്കുലൻഡ ബ്ലാക്ക് മാജിക് എന്നാണ്. നിങ്ങൾ ഇതിൻ്റെ ഇലയിലേക്ക് നോക്കിയാൽ തന്നെ കാണാം, ഇത് ഒരു ബ്ലാക്ക് കളറാണ്. അപ്പോൾ ഈ ഇല പ്രത്യേകിച്ച് വെയിൽ അടിക്കുമ്പോൾ ഇത് നല്ല ഒരു ബ്ലാക്കിഷ് കളറായിട്ട് മാറും. ഈ ചെടി നമുക്ക് താമരയോടൊപ്പം വേറൊരു ചട്ടിയിൽ നട്ടിത് നമുക്ക് വളർത്താം. അപ്പോൾ ഇത് നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ചെടിയാണ്. പിന്നെ ഈ ചെടി നടുമ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള ഒരു പാത്രത്തിൽ നടുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 15 തൊട്ട് 20 ലിറ്റർ കപ്പാസിറ്റിയുള്ള ഒരു പോട്ടിൽ തന്നെ നടണം. അതുപോലെ തന്നെ ആ മണ്ണ് നല്ല വളക്കൂറുള്ള മണ്ണാണെങ്കിൽ നല്ല പോലെ അതിൻ്റെ ഇല തഴച്ച് വളരും. അപ്പോൾ അത് കാണുവാനും നല്ല ഭംഗിയായിരിക്കും. ഫ്രണ്ട്സ്, ഈ കാണുന്ന ചെടിയുടെ പേരാണ് കലേഡിയം ഹെല്ലോ ബ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇല തന്നെ നിങ്ങൾക്ക് കാണാം, വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു ഡിസൈനാണ് ഇതിനുള്ളത്. ഈ ചെടി നമുക്ക് താമരയോടൊപ്പം തന്നെ വെള്ളത്തിൽ നടാൻ പറ്റില്ല, പക്ഷേ ഇത് നമുക്ക് വേറൊരു ചട്ടിയിൽ വെച്ചിട്ട് അതിൻ്റെ ഒരു കമ്പാനിയൻ പ്ലാന്റായിട്ട് നട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇതും നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു കളക്ഷനായിട്ട് തന്നെ ചെയ്യാവുന്നതാണ്. പിന്നെ ഈ പ്ലാന്റിന് നമുക്കൊരു ഇൻഡോർ പ്ലാന്റായിട്ടും വളർത്താം. ഇത് നടുന്നതിനായിട്ട് നല്ല വളക്കൂറുള്ള മണ്ണ് തന്നെ യൂസ് ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് വെള്ളം ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ വെള്ളം അതിൽ കെട്ടി നിൽക്കാതെ ശ്രദ്ധിക്കുക. ഒരുപക്ഷെ കെട്ടി നിന്നാൽ ഇതിൻ്റെ കിഴങ്ങ് ചീഞ്ഞു പോകാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ നിങ്ങൾ കാണുന്ന മറ്റൊരു ചെടിയാണ് ഹവായിയൻ ഡയമണ്ട് ഹെഡ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ ഈ ഇല കാണുമ്പോൾ തന്നെ അറിയാം, ഇതിനൊരു വല്ലാത്ത തിളക്കമുണ്ട്. അതുമല്ല, ഇത് വെയിലടിച്ച് കഴിയുമ്പോൾ നല്ല ഭംഗിയായിട്ട് ഇത് തിളങ്ങും. അതുമല്ല, ഇതിൻ്റെ നമുക്കിത് കണ്ടാൽ ഒരു പ്ലാസ്റ്റിക് ചെടി പോലെ തന്നെ ഫീൽ ചെയ്യും. പിന്നെ മറ്റൊരു കാര്യം, ഇത് നല്ല പോലെ ഹൈറ്റ് അല്ലെങ്കിൽ ഒരു 4 to 6 ഫീറ്റ് ഹൈറ്റിൽ ഇത് വളരുന്നതാണ്. അപ്പോൾ നല്ലപോലെ വളമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇത് വളർന്നു വരും. പിന്നെ ഇത് ഓഫ് കോഴ്സ് താമരയോടൊപ്പം തന്നെ ഒരു കമ്പാനിയൻ പ്ലാന്റ് ആണ്. നിങ്ങൾക്ക് ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ താമര നടുന്നു അതിൻ്റെ ബാക്ക് സൈഡ് എന്താ പറയുക, ഒരു പ്ലെയിനായിട്ട് കിടക്കുന്ന സ്ഥലമാണെങ്കിൽ ഇങ്ങനെയുള്ള ചെടികൾ വളർത്തിക്കഴിഞ്ഞാൽ നല്ല ഒരു ലുക്കായിരിക്കും. അതുപോലെ തന്നെ ഒരു പ്രത്യേക കാര്യം, താമരയ്ക്കാണെങ്കിലും ശരി ഇതിനാണെങ്കിലും നല്ല വെയിൽ വേണം. അപ്പോൾ അങ്ങനെ വെയിലുള്ളിടത്ത് നിങ്ങൾ നടുവാനായിട്ട് ശ്രദ്ധിക്കുക. ഇതിൻ്റെ ഇല തന്നെയാണ് ഇതിൻ്റെ ഒരു യുണീക്ക് ഡിസൈൻ എന്ന് തന്നെ പറയുന്നത്. പിന്നെ ഈ പ്ലാന്റ് നടുന്നതിനായിട്ട് നല്ല വളക്കൂറുള്ള മണ്ണ് സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഒരു പോണ്ടിൻ്റെ വക്കിലോ അല്ലെങ്കിൽ കുളത്തിൻ്റെ വക്കിൽ, അതുപോലെ തന്നെ ഒരു സബ്മേർജഡായിട്ട് കിടക്കുന്ന രീതിയിൽ നടുകയാണെങ്കിൽ നല്ല രീതിയിൽ ഈ പ്ലാന്റ് പെർഫോം ചെയ്യും. ഫ്രണ്ട്സ്, ഇതാണ് അലോക്കേഷ്യ പ്ലംബേ നൈഗ്ര. ഇത് ഇമ്പോർട്ടഡ് ഒന്നുമല്ല, ഇത് നമ്മുടെ നാട്ടിൽ തന്നെ കാണാവുന്നതാണ്. നിങ്ങളും കണ്ടിട്ടുണ്ടാവും ഈ ഒരു ഡിസൈനും. അതുപോലെ തന്നെ ഇതിന് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് 2 തരത്തിലുണ്ട്. ഒന്ന്, ഇതിൻ്റെ തണ്ട് നിങ്ങൾക്ക് കാണാം, ഇതൊരു ബ്ലാക്കിഷ് കളറാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ തന്നെ ഈ ഒരു തണ്ടിൽ ഒരു ഗ്രീനിഷ് കളർ വരുന്ന അല്ലെങ്കിൽ ഒരു വൈറ്റിഷ് കളർ വരുന്ന ഒരു ചെടിയാണ്. അതാണ് ഈ കാണുന്നത്. നിങ്ങൾക്കിത് കാണാം, ഈ ഒരു കളറായിരിക്കും അതിൻ്റെ തണ്ടിൽ വരെ. ഇത് രണ്ടും ഒരേ ഇനമാണ്. പക്ഷേ ഇത് ഒരു തദ്ദേശീയമായിട്ടുള്ളൊരു ഇനമല്ല. പണ്ടെപ്പോഴോ നമ്മുടെ നാട്ടിൽ വന്ന് പെട്ടതാണ്. പക്ഷേ ഇപ്പോൾ അത് പല സ്ഥലങ്ങളിലും കാട് പിടിച്ച് കിടക്കുകയാണ്. പക്ഷേ ഈ ഒരു ഇനവും നിങ്ങൾക്കൊരു എന്താ പറയുക, നമ്മുടെ താമരയുടെ ബാക്ക്ഗ്രൗണ്ടായിട്ട് ഒരു ട്രോപ്പിക്കൽ ഫീൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്കിത് നട്ടുപിടിപ്പിക്കാവുന്നതാണ്. ഈ പ്ലാന്റ് നടുന്നതിന് വേണ്ടിയിട്ട് നല്ല മോയ്സ്ചറൈസ് ആയിട്ടുള്ള നല്ല വളക്കൂറുള്ള മണ്ണ് തന്നെ വേണം. പിന്നെ നല്ല വലിപ്പമുള്ള ഒരു പോട്ടിൽ നടുന്നതായിരിക്കും നല്ലത്.
ഫ്രണ്ട്സ്, ഈ കാണുന്ന ചെടിയാണ് വെരിഗേറ്റഡ് അലോക്കേഷ്യ എന്ന് പറയുന്നത്. ഇത് വെരിഗേറ്റഡ് എന്ന് പറയാൻ കാരണം നിങ്ങൾക്ക് തന്നെ കാണാം ഇതിൻ്റെ ഡിസൈൻ. ഈ തരത്തിലുള്ള ഡിസൈൻ വരുന്നതിനെല്ലാം നമ്മൾ വെരിഗേഷൻ എന്നാണ് പറയുക. ഇങ്ങനെ പല പ്ലാന്റുകൾക്കും അത് ആ വേർഡ് നിങ്ങൾ യൂസ് ചെയ്ത് കേട്ടിട്ടുണ്ടാവും. പിന്നെ ഇത് തായ്ലാൻഡിൽ നിന്ന് പണ്ടെങ്ങോ ഇമ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു പ്ലാന്റാണ്. ഇപ്പോൾ ഇത് ഒരു ഓർണമെൻ്റൽ പ്ലാന്റായിട്ട് തന്നെ ആളുകൾ യൂസ് ചെയ്യുന്നുണ്ട്. നമുക്കും അല്ലെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ മേടിച്ച് നടാം. ഈ ഒരു പ്ലാന്റിന് ഇന്ന് മാർക്കറ്റിൽ 1600ഓളം രൂപ വില വരുന്നതാണ്. പിന്നെ ഈ പ്ലാന്റ് നമുക്ക് ഒരു ഇൻഡോർ പ്ലാന്റ് ആയിട്ട് തന്നെ വളർത്താനായിട്ട് സാധിക്കും. പിന്നെ ഇതിന് നല്ല വളക്കൂറുള്ള മണ്ണ് യൂസ് ചെയ്യുക. പിന്നെ ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. പിന്നെ വേറൊരു കാര്യം, ഈ അലോക്കേഷ്യ പ്ലാന്റുകൾ പൊതുവേ പോയിസണസ് ആണ്. അത് നമ്മൾ ശ്രദ്ധിക്കണം. കുട്ടികളോ അതുപോലെ തന്നെ മൃഗങ്ങളോ ഒന്നും കഴിക്കാതെ ശ്രദ്ധിക്കുക. പിന്നെ ഇത് അത്യാവശ്യം നല്ല വലിപ്പം വയ്ക്കുന്ന ഒരു ചെടി കൂടിയാണ് കേട്ടോ. ഇനി എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ചെടിയാണ് നിങ്ങൾ കാണിക്കാൻ പോകുന്നത്. അത് മറ്റൊന്നുമല്ല, ഇത് വൈറ്റ് ലാവ എന്ന് പറയും. ഇതിൻ്റെ ഡിസൈൻ തന്നെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, നിങ്ങൾക്കും ഇത് ഇഷ്ടപ്പെടും. ഇത് ഈ ഒരു ഇമ്പോർട്ടഡ് പ്ലാന്റ് ആണ്. പിന്നെ ഈ പ്ലാന്റ് ഹൈബ്രിഡൈസ് ചെയ്തിരിക്കുന്നത് ഹവായിലുള്ള ഡോക്ടർ ജോൺ ഷോ എന്ന് പറയുന്ന വ്യക്തിയാണ്. വളരെ മനോഹരമാണ്. ഇതിൻ്റെ ഡിസൈൻ തന്നെ നിങ്ങൾക്ക് കണ്ടാലറിയാം. ഈ ഒരു ചെടിയുടെ പാറ്റേൺ, ഇതും ഒരു എന്താ പറയുക, സെമി അക്വാട്ടിക് പ്ലാന്റ് ആണ്. ഇത് നമുക്ക് സെപ്പറേറ്റ് ചെറിയ പാത്രങ്ങളിൽ നട്ട് വളർത്താവുന്നതാണ്. അതുപോലെ തന്നെ ഒരുപാട് അല്പം ഒരു വെള്ളക്കെട്ടുണ്ടെങ്കിൽ പോലും അത് വളർന്നോളും. എന്ന് വെച്ച് ഒരുപാട് വെള്ളമല്ല ഉദ്ദേശിക്കുന്നത്. കുറേ വെള്ളത്തിൽ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ചീഞ്ഞു പോകും. പക്ഷേ അത്യാവശ്യം കുറച്ച് വെള്ളമൊന്നും ഉണ്ടെന്ന് വിചാരിച്ച് ഇതിന് കുഴപ്പമൊന്നും വരില്ല. ഇതും അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു പ്ലാന്റാണ്. പിന്നെ വൈറ്റ് ലാവ ഒരു ലാർജ് വെറൈറ്റിയാണ്. കാരണം ഇത് നല്ലപോലെ വളം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 4 to 5 feet ഹൈറ്റിൽ ഇത് വളരും. പിന്നെ താമരയോടൊപ്പം തന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, താമരയോടൊപ്പം തന്നെ താമര ഇതിൻ്റെ ഫ്രണ്ടിലൊരു ടബ് വെച്ചിട്ട് ആ ടബിൻ്റെ പിന്നിൽ ഈ ഒരു ചെടി വളർത്തുകയാണെങ്കിൽ വളരെ ഭംഗിയായിരിക്കും. ആ പൂവും അതുപോലെ തന്നെ ഈ ഇലയുടെ ഡിസൈനും അതിൻ്റെ ഒരു കോൺട്രാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭംഗിയായിരിക്കും. പിന്നെ ഇത് കൂടെ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു തരം ചെടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊരു വരുമാനം കൂടിയായിരിക്കും. ഇതിൻ്റെ ചെടി അല്ലെങ്കിൽ തൈ പ്രൊപ്പഗേറ്റ് ചെയ്ത് നിങ്ങൾക്കും ഒരു വരുമാനം ഇതിൽ നിന്ന് കിട്ടും. അപ്പോൾ ഇങ്ങനെയുള്ള ചെടികളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, താമരയോടൊപ്പം തന്നെ. പിന്നെ ഈ കൊളോക്കേഷ്യ പ്ലാന്റുകളുടെ ലീഫ് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും. ഈ കാണുന്നത് പോലെ അതിൻ്റെ ലീഫുകൾ താഴേട്ട് അല്ലെങ്കിൽ ഡൗൺവേർഡ് ആയിട്ടായിരിക്കും അത് വളരുന്നത്. അല്ലെങ്കിൽ അതിങ്ങനെ താഴേട്ട് തൂങ്ങിക്കിടക്കുന്ന പോലെ നമുക്ക് തോന്നും. എന്നാൽ ഒരു അലോക്കേഷ്യയുടെ ഇലത്തണ്ടുകൾക്ക് ഇതുപോലെ കട്ടി കാണും. അങ്ങനെയുള്ളവ മുകളിലേക്ക് ഉയർന്ന് കട്ടിയുള്ളത് കൊണ്ട് അത് മുകളിലേക്ക് കൂർത്ത് നിൽക്കുന്ന പോലെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇങ്ങനെയുള്ള ചെടികൾ അലോക്കേഷ്യ വിഭാഗത്തിലാണ് നമ്മൾ പെടുത്തുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, അക്വാട്ടിക് പ്ലാന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് താമരകൾ അല്ലെങ്കിൽ ആമ്പലുകളാണ്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇങ്ങനെയുള്ള ചെടികളെ അല്ലെങ്കിൽ ഇത്തരം പ്ലാന്റ്സുകളെ നമുക്ക് അക്വാട്ടിക് മാർജിനൽസ് എന്നാണ് വിളിക്കുന്നത്. ഒരു കംപ്ലീറ്റ് അക്വാട്ടിക് ഗാർഡൻ അത് പൂർണ്ണമാകണമെങ്കിൽ ഇങ്ങനെയുള്ള ചെടികളും നമ്മൾ വാങ്ങി നടുക. അപ്പോൾ ഇത് നിങ്ങളുടെ ഗാർഡനെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഭംഗി നിങ്ങൾക്ക് തരും. അപ്പോൾ ഇതിന്ന് മാർക്കറ്റിൽ ഇങ്ങനെയുള്ള ചെടികൾ അവൈലബിൾ ആണ്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പുതിയ വീഡിയോകളുമായിട്ട് ഇനിയും ഞാൻ വരാം. അതിനു മുന്നേ വീണ്ടും പറയുകയാണ്, ഈ ചാനലിൽ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് തന്നെ രേഖപ്പെടുത്തുക. അപ്പോൾ വീണ്ടും കാണുന്നവരെ നന്ദി.